അതായത് ഇപ്പൊ 2012 മുതൽ ഈ മാർക്കറ്റിൽ നിന്ന് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 2022 ഫുഡ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ബേസിക്കലി ഇപ്പൊ കോട്ടയത്തിൽ എത്തിയത് 2023 ഇപ്പൊ ഈ നവംബറിൽ ഒരു വർഷം ആയിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പം ഞാൻ 2012 മുതൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ കഫേ കൾച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വന്നു നോക്കും അല്ലെ? പലതരം ഫുഡ് മെനു കാര്യങ്ങളൊക്കെ വന്നു നോക്കും അല്ലെ? അത് കൂടാതെ എന്ത് മാറ്റമാണ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തിട്ടുള്ളത്? എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഇപ്പൊ ഒരു കഫേയിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് ഓർഡർ ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നുകിൽ കഫേന്റെ മാനേജേഴ്സ് ആയിരിക്കാം, ഓണേഴ്സ് ആയിരിക്കാം, വെയിറ്റേഴ്സ് ആയിരിക്കാം. പക്ഷെ ഇന്നത് ഒരു ഷെഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഏതൊരു ഫുഡ് കഴിക്കുമ്പോഴും അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആള് ഓർക്കിൽ എപ്പോഴും കൊണ്ടുതന്ന ആളല്ല, ഇത് ഉണ്ടാക്കിയ ആള് കഴിക്കും. അപ്പൊ ഷെഫ് അടിപൊളിയാണ്, ഇവിടുത്തെ ഷെഫ് അടിപൊളിയാണ് എന്നുള്ള ഒരു മൈൻഡ് ഷെഫിനെ ആളുകൾ കാണലില്ലേ. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഷെഫ് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, ആളുകളായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഓലെ കണ്ടിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത്. അതല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ആളുകൾ ഓർഡർ ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിന് മാറിയിട്ട് ഇന്ന് അവർ എന്ത് കഴിക്കണം എന്നുള്ളത് ഷെഫ് തീരുമാനിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിലോട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം.